നമസ്കാരം. ഒരു സ്പെഷ്യൽ ഒക്കേഷനോ അല്ലാതെയോ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. നെയ്ച്ചോറ് അഥവാ ഗീ റൈസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാദുഷ റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1.5 കിലോ ആ അളവിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ ഇടുകയാണ് ചെയ്യുന്നത്. അരി കുതിർത്താൻ ഇടുന്നതിലൂടെ നമുക്ക് അരിയുടെ അളവിൽ നിന്ന് 1.5 ആ അളവിൽ നമുക്ക് വെള്ളം എടുത്താൽ മതി. അതായത് ഇപ്പം നമ്മളൊരു കപ്പിലാണ് അരി അളന്നെടുക്കുന്നതെങ്കിൽ ആ കപ്പിന് 1 കപ്പ് അരി ഉണ്ടെങ്കിൽ ആ 1 കപ്പ് വെള്ളം അഥവാ അതും അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ അരിക്ക് അളവിനനുസരിച്ചിട്ടുള്ള വെള്ളം 1.5 അളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളന്നെടുത്തിരിക്കുന്ന വെള്ളം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ പട്ട, കുരുമുളക്, ബേ ലീഫ്, ഗ്രാമ്പു, തക്കോലം, ഏലക്കായ എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 kg ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 150 അല്ലെങ്കിൽ 200 ആ ഒരു അളവിലാണ് 6 kg യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നെയ്യ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സൺഫ്ലവർ ഒരു 150 ആ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് സ്ലൈസ് ചെയ്തതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്താനിട്ടിരിക്കുന്ന റൈസ് വെള്ളം ഫുള്ള് വാർത്തി കളഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി കൊടുക്കുക. അപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി മാറ്റി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ മൂടി വയ്ക്കുക. പിന്നീട് ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി മാറ്റുമ്പോൾ മേളിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി കൊടുക്കുക. വീണ്ടും 1 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി മാറ്റുമ്പോഴേക്കും റൈസ് നല്ല റെഡി ആയിട്ടുണ്ടാവും, സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂനട്ട്, ആ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. അതുപോലെ 50 ഗ്രാം ആ അളവിലാണ് രണ്ടും നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന്